ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കോട്ടയം പള്ളം. മനസ്സിലായല്ലോ എന്തിനാന്നുള്ളത്. അതിരാവിലെ എണീറ്റ് വന്ന് നിൽക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് അതിരാവിലെ എന്ന് പറയുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇവിടെ വന്നപ്പം വണ്ടറടിച്ച് നിൽക്കുകയാണ്. സസ്പെൻസ് കളയാതെ തന്നെ കാര്യം പറയാം. ആമ്പൽപ്പാടം, അതായത് ഒരു 500 ഏക്കറിന് മേളിൽ നെൽപ്പാടമാണ്. അതിപ്പം ആമ്പൽ വിരിഞ്ഞ് ഫുള്ള് നിൽക്കുകയാണ്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്ന സ്പോട്ടെന്ന് പറയുന്നത് എൻ്റെ ബാക്കിലൊരു വീടുണ്ട്. ഇവിടെ ആൾത്താമസമുള്ളതാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നതാണ്. അതിലും ഇതുണ്ടോ, അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇതുണ്ടോ, എൻ്റെ പൊന്നോ, ഇവിടെ ഇങ്ങനെ ഇതുണ്ടോ. അതായത് ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ അങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് വെള്ളം കയറുന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുന്നത്. ഇവരിത് എന്താ പറയുന്നു, വർഷത്തിൽ ഒരു സമയത്ത് ഇതുപോലെ വെള്ളത്തിലാണ്. എൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അതായത് ആമ്പൽപ്പാടം, അവിടെ ഒരു ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. ഫുള്ള് ഏതാണ്ട് ഒരു 500 ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ആമ്പൽപ്പാടമാണ്. അതുകൊണ്ട് പൂത്ത് വിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പം അവിടെ കുറച്ച് പേരുണ്ട്. അതായത് അവിടെ ഒരു ചെറിയൊരു വള്ളത്തിൻ്റെ ഒരു സർവീസാണ്. അപ്പം നമുക്ക് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി കയറി എല്ലാം ഒന്ന് റൗണ്ട് അടിച്ച് വരാം. അപ്പം നമുക്ക് അതുപോലെ വള്ളത്തിൽ കയറണം. വള്ളം തന്നെയാണ്. അപ്പോൾ വള്ളത്തിൽ കയറണം. അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങണമല്ലോ. ഏതാണ്ട് 500 ഏക്കറോളം ഉണ്ട്. 300, 350, 400 ഏക്കറോളം ആമ്പൽ പൂത്ത് കിടക്കുക. അപ്പം ശരിക്കും നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ കുറച്ച് എന്താ പറയുന്നത്, അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, അവിടെ എല്ലാ ആൾക്കാർ പോയിട്ട് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ നമുക്കും അവിടെ വരെ ഒന്ന് ചെല്ലാം. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഏറ്റവും അടിപൊളി ഇതുണ്ടോ, ഈ വെള്ളമാണ്. ഫുള്ള് വെള്ളം കയറി കിടക്കുക. ഞാൻ കുറച്ച് ഉള്ളിലോട്ട് കയറി. നോർമലി വന്ന് കാണുന്നതല്ലല്ലോ രസം, നമുക്ക് വെറൈറ്റി സ്പോട്ടുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ. ഞാൻ കുറച്ച് ഉള്ളിലോട്ട് വരുവാണ്. അപ്പോൾ അങ്ങൊരു ചെറിയൊരു ഒരു പശുവുണ്ട്. അതായത് പശുവും പശുക്കുട്ടിയും കുഞ്ഞ് ഞാൻ പേടിച്ചേ, കുഞ്ഞ് പശുക്കുട്ടിയാണ്. അതിൻ്റെ നല്ല രീതിയിൽ നോക്കുവാണേ. എൻ്റെ കൊച്ചിനെ ആരാണ് അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ നോക്കുക. ഒന്നും ഞാൻ എടുക്കത്തില്ലടാ, ആരും കൊണ്ടുപോകത്തില്ല കേട്ടോ. അപ്പം നമ്മൾ വന്ന കാഴ്ചയിലേക്ക് പോകാം. കേട്ടോ, ആമ്പൽ സൂപ്പറല്ലേ, മൊത്തം പൂത്ത് വിരിഞ്ഞ് കിടക്കുവാണ്. അതുകൊണ്ട് അങ്ങ് വള്ളത്തിൽ പോകുന്നുണ്ടോ, അതുപോലെ നമുക്ക് കയറാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് അങ്ങോട്ടോടൊന്ന് പോകാം. ഇവൻ എൻ്റെ അടുത്തോട്ട് വരുത്. ഒന്നുമില്ലടാ, എൻ്റെ ഒന്നുമില്ല. വ്യത്യസ്തമായ ഒരു ആംബിയൻസ്. അതുകൊണ്ടോ ഫുള്ള് വെള്ളമാണ്. ഫുള്ള് ഇതുണ്ടോ, അങ്ങോട്ടൊക്കെ പൂത്തുലഞ്ഞ് കിടക്കുവാണ്. എനിക്കൊരു ആമ്പൽ പറിക്കണമെന്നുണ്ട്. എല്ലാവരും പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തോ പൊന്നോ, എന്താ പറയുക, ഇതൊരു എന്താ പറയുന്നത്, തനി നാട്ടുംപുറം. കേട്ടോ, സൂപ്പറല്ലേ. നമ്മളിപ്പോൾ ഇവിടെ വരും. അപ്പം ഇതാണ് എൻ്റെ വള്ളം. അങ്ങനെ നമ്മൾ ആമ്പൽപ്പൂ കൈ പിടിച്ചുകൊണ്ട് ആമ്പൽപ്പാടത്തൂടെ ഒരു ചെറിയൊരു റൈഡാണ്. സംഭവം കൊള്ളാം കേട്ടോ, നൈസാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു കുഞ്ഞു വള്ളമാണ് കിട്ടിയേക്കുന്നത്. അതിന് നമുക്ക് വണ്ടി ഓടിക്കുന്ന ചേട്ടനെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്ന് പറയുമോ? എൻ്റെ പേര് മംഗളൻ. ഓക്കെ, ഇവിടുത്തെ നാട്ടുകാർ തന്നെ അല്ലേ? നമ്മളെ ഇവിടെ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അല്ലേ? എത്ര നാൾ വരെ പോവായിരിക്കും? 2 മാസം വരെ ഉണ്ടാവും. ആ, ഓ ശരി. കൃഷിക്ക്. അതായത് നമ്മൾ ഈ ആമ്പലെല്ലാം എടുത്ത് കളയുവാണോ അതോ? ആ, അങ്ങനെയല്ലേ, പറ്റിക്കും. ഓ, അത് കഴിഞ്ഞിട്ട് ഫുള്ള് നമ്മൾ നെൽകൃഷിക്ക് വേണ്ടി വേദയാ. ഓ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ മാസവും അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസവും വന്നാൽ നമുക്ക് ആമ്പൽ കാണാം. നമ്മൾ പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് പള്ളം അല്ലേ? പള്ളം എന്ന് പറഞ്ഞാൽ പള്ളത്ത് വന്നിട്ട് എവിടെ വരണം? പോസ്റ്റ് ഓഫീസിനോട് നേരെ. അവിടെ നേരെ മുരുകൻ്റെ അമ്പലവും
ആ ഓക്കെ ഓക്കെ ആ വഴി നേരെ പടിഞ്ഞാട്ട് വന്ന പാലക്കടവ്. ആ ഓക്കെ. നമുക്ക് രണ്ട് രീതിയിൽ ഇതുപോലെ കമ്പൗണ്ട് തൊഴിഞ്ഞും പോവും, അതുപോലെ തന്നെ നമുക്ക് മോട്ടർ വെച്ച്, അതായത് ചില സ്ഥലങ്ങളിൽ വെള്ളം കമ്പിട്ട് തുഴഞ്ഞാണ് പോകുന്നത്, അല്ലാത്തപ്പോൾ നമ്മൾ മോട്ടറിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സമയം മാക്സിമം രാവിലെ വരിക. രാവിലെ എന്ന് പറയുമ്പം ഒരു 6 മണി കഴിഞ്ഞോ അല്ലെങ്കിൽ 8 മണിക്കോ 8 മണി കഴിയുമ്പോഴോ ഒരു 10 മണിക്ക് മുമ്പായിട്ട് മാക്സിമം വരാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നത് അത് കൂമ്പ് പോലെ ആയിപ്പോകും. അപ്പോൾ പിന്നെ നമുക്കത് കാണാനൊരു ബ്യൂട്ടി ഉണ്ടാകത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബ്യൂട്ടി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ മാക്സിമം ഒരു 7 മണി 8 മണി 9 മണി 10 മണി ആയാലും കുഴപ്പമൊന്നുമില്ല, അതിനപ്പുറം പോകരുത്. ഇനിയൊരു സത്യം പറയാം, ഞാൻ വീഡിയോസിലും റീൽസിലും കണ്ടതുപോലെ അല്ല നേരിട്ട് വന്ന് കാണുന്നത്. കാരണം ഈ പൂക്കളെല്ലാം നല്ല ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിത് നേരിട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ വീഡിയോസിലോ റീൽസിലോ കണ്ടതുപോലെ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് പോകണം. അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓക്കെ, ആ താമരയുടെ ആ ഒരു എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതുപോലെ നമ്മൾ അടുത്ത് പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നല്ല ഗ്യാപ്പിട്ട് നിൽക്കുന്നതുകൊണ്ടേ നമുക്കതിൻ്റെ ഒരു ബ്യൂട്ടി നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ചുമന്ന പാടം പൂത്തൊലഞ്ഞ് കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും നേരിട്ട് നോക്കുമ്പോൾ, ദൂരെ നിന്ന് നോക്കുമ്പോൾ. അല്ലാത്ത പക്ഷം നമുക്കിത് ഈ രീതിയിലൊക്കെ നമുക്കത് അതിൻ്റെ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതല്ല, അപ്പച്ചിരി ഒരു വള്ളമായിട്ട് വരും, അതൊരു കൊച്ചു വള്ളമാണ്. അപ്പച്ചനൊരു വള്ളത്തിൽ അപ്പച്ചൻ്റെ വീടാണ് അത്, ആ കാണുന്ന കേട്ടോ. ആ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കയറിയത് അവിടെ നിന്നാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മസ്റ്റായിട്ടും വന്ന് കാണുക, സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു ആമ്പൽപ്പാടം മാക്സിമം ഒരു 2 മാസം ഇനി മുന്നോട്ട്, അപ്പം എത്രയും പെട്ടെന്ന് വന്ന് കാണേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് അവരത് മുമ്പേ പറഞ്ഞില്ലേ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ നെൽകൃഷിയാണ്. പിന്നെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ മലരയ്ക്കിൽ പോകണം. അവിടെ ഇനി ആയി വരുന്നതേ ഉള്ളൂ. അവിടുത്തെ സീസൺ എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴാണ് ഇവിടുത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി 2 മാസങ്ങളുണ്ട്. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ അടിപൊളിയായിട്ട് എല്ലാം കൊണ്ട് പറഞ്ഞ് കാണിച്ചൊക്കെ തരും. അപ്പം നമ്മളിതാ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ, ഇത് കായലിൽ കൂടെ അല്ല നടക്കുന്നത്, കണ്ടത്തിൻ്റെ അകത്തൂടെയാണ്. അപ്പോൾ ആൾക്കാർക്ക് നമ്മളതൊരു നടന്നു പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളതാ ആ സ്പോട്ടിലോട്ട് എത്താറായി. എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, ഡ്രോണിൻ്റെ വിഷ്വൽ നമ്മൾ റീൽസിലാണേലും അല്ലെങ്കിൽ വീഡിയോസിലാണേലും കൂടുതൽ കണ്ടിരിക്കുന്നത് ഡ്രോണിലെടുത്ത വിഷ്വലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആമ്പൽപ്പാടത്തിൻ്റെ ആ ഒരു വിഷ്വൽ അത്രയും അടിപൊളിയായിട്ട് നമുക്ക് തോന്നിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഡ്രോൺ ഒരു മസ്റ്റായിട്ടും ഒരു എന്താ പറയുന്നത്, വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യമാണ് എന്നുള്ളത് എനിക്ക് പോകെ മനസ്സിലായി. ഇനി നമുക്കൊരു ഡ്രോൺ കൈക്കലാക്കണം. അങ്ങനെ നമ്മൾ കയറിയെടുത്ത് വന്ന് ഇറങ്ങി. ഇതാണ് നമ്മൾ പോയ കൊച്ചു വള്ളം, ഇതാണ് മംഗളം ചേട്ടൻ. അപ്പം ഇതാണ് ആ സ്പോട്ട് കേട്ടോ. അപ്പം നമ്മൾ പരിപാടിയെല്ലാം റൗണ്ട് അടിച്ച് കണ്ടു, കുഴപ്പമൊന്നുമില്ല, നൈസാണ്. അപ്പം സംഭവം വെള്ളം കിട്ടും. അപ്പം ഇതുപോലുള്ള വയലാണ്. ഈ വയലിലാണ് ഇങ്ങനെ, ഇവിടെ ഒന്നുമില്ല, പക്ഷേ നമുക്കിതാ ഇങ്ങോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.